നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ആനന്ദ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവി വെറും പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണ്. ഇത് കേട്ടതും ഗോമതി ചോദിച്ചു, എന്തൊക്കെയാടാ നീ പറയണത്? നീ എന്താ പറയണത്? നിനക്ക് വല്ല ബോധ്യം ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ സത്യമേ പറയണേ, ഇവൾക്ക് വെറും 10ാം ക്ലാസ് യോഗ്യത മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, അതെങ്ങനെ ശരിയോ ആനന്ദേട്ടാ? 10ാം ക്ലാസ് യോഗ്യതയുള്ള മീനാക്ഷി ചേച്ചി എങ്ങനെയാ സ്കൂളിൽ പഠിപ്പിക്കാൻ കയറുന്നേ? വെറുതെ അങ്ങ് പഠിപ്പിക്കാൻ കയറാൻ പറ്റത്തൊന്നുമില്ലല്ലോ. 10ാം ക്ലാസ് യോഗ്യതയ്ക്ക് കയറാൻ പറ്റില്ലല്ലോ. MA ലിറ്ററേച്ചർ ആണെന്നല്ലേ പറഞ്ഞത്? MA ലിറ്ററേച്ചർ അതൊക്കെ ഇവള് കള്ളത്തരം പറഞ്ഞായിരുന്നു. ബാലൻ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ഹെഡ് മാസ്റ്റർ പറയേണ്ടതായിരുന്നല്ലോ. അതിനച്ചാ ഇവളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എന്തെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, ഇല്ല, കൊടുത്തിട്ടില്ലായിരുന്നു. അല്ല, അവിടുത്തെ ജോലി വേണ്ടെന്ന് വെച്ചാൽ ഇവള് 10ാം ക്ലാസ് ആയതുകൊണ്ടാ. അപ്പോഴേക്കും ആരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ IT കമ്പനി ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ ദേവി ചേച്ചി. കുറെ നാള് ജോലിക്ക് പോയതല്ലേ, അപ്പൊ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അവിടെ ഒന്നും ജോലിക്ക് എടുക്കത്തില്ലല്ലോ. മിത്ര പറഞ്ഞു, അത് ശരിയാ ആനന്ദേട്ടാ, അങ്ങനെ വെറുതെ ഒന്നും അവിടെ ജോലിക്ക് എടുക്കില്ല. സർട്ടിഫിക്കറ്റ് കണ്ട് ഇന്റർവ്യൂ ഒക്കെ നടത്തിയാൽ മാത്രമേ അവിടെ ജോലിക്ക് എടുക്കത്തുള്ളൂ. ചേച്ചി അവിടെയല്ല കുറെ കാലം ജോലി ചെയ്തോണ്ടിരുന്നത്. അത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങളോട് ദേവി IT കമ്പനിയിലെ ജോലി ചെയ്തോണ്ടിരുന്നെന്ന്? അല്ല, അത് പിന്നെ ശ്രീദേവി ഇവിടുന്ന് രാവിലെ പോകുമായിരുന്നല്ലോ കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോയിന്റ്മെന്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ ശ്രീദേവി ചേച്ചിക്ക് വന്നതല്ലേ? അപ്പൊ ശ്രീദേവി ചേച്ചി പോവുകയും ചെയ്തല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ അതൊക്കെ വെറും കള്ളത്തരം മാത്രമായിരുന്നു. അവള് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന അവിടെയൊന്നും ആയിരുന്നില്ല. ഇവളൊരു ഹോട്ടലിലാ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നേ. ഹോട്ടലിലോ? ഒരു നിമിഷം അന്താളിപ്പോട് കൂടി എല്ലാരും ശ്രീദേവിയെ നോക്കുവാണ്. ശ്രീദേവി അട്ടപ്പടലം തകർന്ന് നിൽക്കുക. ഹോട്ടലിലോ? അതിന് ശ്രീദേവി ചേച്ചിക്ക് ഹോട്ടലിൽ പോകേണ്ട കാര്യം എന്താ ആനന്ദേട്ടാ? അച്ഛൻ കോടീശ്വരനല്ലേ ഉദയഭാൻ സാറ്, അപ്പൊ പിന്നെ അങ്ങനെ പോയാ പോരേന്ന് ചോദിച്ചു. അല്ല, കോടീശ്വരനായ അച്ഛനുള്ളപ്പോ പിന്നെ ഹോട്ടലിൽ ജോലി എടുക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ വെറും തട്ടിപ്പാ. അങ്ങേര് കോടീശ്വരനായിരുന്നെങ്കിലേ ശ്രീദേവിക്ക് ഹോട്ടലിൽ പണിയെടുക്കാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാരും പറ്റിക്കോ ശ്രീദേവി ചെയ്തേ. IT കമ്പനി ജോലിക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നേരെ ഹോട്ടലിലെ പോയിക്കൊണ്ടിരുന്നേ. അല്ല, അതെങ്ങനെ ആനന്ദേട്ടനറിയാം? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇവളുടെ സർവ്വ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. എന്റെ മുന്നില് ഇവളൊടുവില് കരഞ്ഞപേക്ഷിച്ചു, വീട്ടിൽ ആരോടും പറയരുതെന്ന്. അങ്ങനെ ഇവള് വീട്ടിലേക്ക് വന്നതാ. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, ധ്യാനതേ, നീ വെറുതെ കള്ളത്തരം പറയരുത്, എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ഞാൻ പറഞ്ഞൊക്കെ സത്യവാച്ചാ. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അല്ല ആനന്ദേട്ടാ, ആനന്ദാണ് ഇത്ര ഉറപ്പിച്ചു പറയുന്നുണ്ടല്ലോ. ഒരാളുടെ മേലെ കുറ്റം ആരോപിക്കുമ്പോ അതിന് തക്കതായ തെളിവുകളും കാര്യങ്ങളും വേണം. ഉദയഭാനു സാറ് കോടീശ്വരനല്ല, അയാളൊരു മോഷ്ടാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനന്ദേട്ടൻ. അതിന് തെളിവുകളും കാര്യങ്ങളും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും എനിക്ക് പുറത്തു പറയാൻ പറ്റാത്തായിരുന്നു ഇത്രയും കാലം ഞാൻ എൻ്റെ വേദനകളും വിഷമങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി. ഇവൾക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമേ ഉള്ളൂ. ഇവളുടെ അച്ഛന് ഒരു കോടീശ്വരനും അല്ല, ഒരു മണ്ണാങ്കട്ടയല്ല. ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യങ്ങളാ. പക്ഷെ അച്ഛന് വിഷമാവുമല്ലോ, അമ്മയ്ക്ക് വിഷമാവുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇവിടെ പറയാതിരുന്നേ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എടാ ആനന്ദേ, നീ ഇങ്ങനെ വെറുതെ പറയരുത്. ഉദയഭാനു സാർ കോടീശ്വരനാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാ. അതൊക്കെ വെറും അയാളുടെ നാടകം വച്ചാ. അയാളാണ് പണം മോഷ്ടിച്ചത്, കടയിൽ നിന്ന് പണം മോഷ്ടിച്ചേ. എടാ, നീ കുറെ സമയമായില്ലോ അങ്ങനെ പറയുന്നേ, അതിന്റെ തെളിവ് എന്തേലും ഉണ്ടോ? ഇപ്പൊ ഞാൻ തെളിവ് കൊണ്ടുവരാന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് പെട്ടെന്ന് മുറിയിലേക്ക് കയറിപ്പി. എന്നിട്ട് തന്റെ ഫോൺ എടുത്തോണ്ട് വരുവാണ്. ഇത് നോക്ക്, ഇതിനേക്കാളും വലിയ തെളിവ് എന്താ വേണ്ടത്? ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കടയില്. അങ്ങനെ അതിനകത്ത് അവർ കാണുവാണ് ഉദയഭാനു ടേബിളിന് അരിയിലേക്ക് വരുന്നത്. പിന്നീട് ഡ്രോ തുറന്ന് അതിനകത്തുനിന്ന് പണം എടുത്ത് കീശയ്ക്കകത്തേക്ക് വെക്കുന്നത്. അത് കണ്ടത് ശ്രീദേവി വരെ ഞെട്ടിപ്പോയി. ശ്രീദേവിയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ്. സ്വന്തം അച്ഛൻ തന്റെ കുഴി തോണ്ടൊന്നും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ അവിടേക്ക് വന്നെന്നും അറിയണ്ടായിരുന്നില്ല. 1-2 വട്ടം വന്നു കഴിഞ്ഞപ്പോൾ വാൺ ചെയ്ത് വിട്ടതാണ്, ഇനി ഇങ്ങോട്ടേക്ക് വരില്ലെന്ന്. അവർക്ക് സാധനം മേടിക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോഴൊക്കെ ശ്രീദേവി പറഞ്ഞു, സാധനമൊന്നും തരാൻ പറ്റില്ല, പോണെന്നൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷേ എങ്കിൽ ഒടുവിൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശ്രീദേവിക്ക്. തല ഇറങ്ങുന്ന പോലെ തോന്നി. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, കൊള്ളാലോ, എന്നാലും പാവം മാമനെ എല്ലാവരും കൂടി സംശയിച്ചു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ഇതിനു മുമ്പ് ഒരു 25,000 രൂപ പോയിട്ടുണ്ടായിരുന്നല്ലോ. 25,000 രൂപ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മാമനെ എടുത്തേന്ന് പറഞ്ഞു. എന്നിട്ട് മാമനെ കുറ്റപ്പെടുത്തി. പാവം മാമന്
ഹും, എല്ലാവരും അതിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എത്ര വേദനയോട് കൂടിയേ പോയെന്നറിയാവോ. അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു. കടയിൽ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരാന്ന് കണ്ടുപിടിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാമറ കടയെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ച ആള് ഞാനാണ്. എന്നും ഞാനെടുത്ത് നോക്കുമായിരുന്നു. ഇവളുടെ അച്ഛനെയോ ഇവളെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇവളും ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഞാൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ശ്രീദേവി ആനന്ദേട്ടാന്ന് പറഞ്ഞ് വിളിക്കുക. മിണ്ടരുത് നീ. പക്ഷെ ഇതിനകത്ത് കുടുങ്ങിയ നിന്റെ അച്ഛനാണ്. ശ്രീദേവി പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു ആനന്ദേട്ടാ എൻ്റെ അച്ഛൻ എങ്ങനെ ചെയ്യുമെന്ന്. എനിക്ക് ഈ ചതിയെക്കുറിച്ച് അറിയില്ലായിരുന്നു പറഞ്ഞു. മിണ്ടരുത് നീ. നീയും കൂടെ ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിന്നെ വെറുതെ വിടുമെന്ന് കരുതിയോ? എനിക്ക് സംശയം ഉണ്ടായിരുന്നോണ്ട് അച്ഛൻ ഞാൻ ആ ക്യാമറ അവിടെ പിടിപ്പിച്ചു വെച്ചേ. എനിക്കറിയായിരുന്നു ഒരു നാളെ കുടുങ്ങുമെന്നുള്ള കാര്യം. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിനെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് ആനന്ദ് പോയി ബാലനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ബാലൻ എന്ത് ചെയ്യണമെന്നറിയില്ല. താനായിട്ട് കൊണ്ടുവന്ന് കൊടുത്ത ബന്ധമാണ്. ഉദയഭാൻ സാറിനെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചില്ല. അയാളെ കുറിച്ച് മുമ്പ് തനിക്കും പല സംശയങ്ങളും തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അതിവിദഗ്ധമായിട്ട് തന്നെ അയാൾ തന്നെ പറ്റിച്ച് കളയുമായിരുന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. അന്ന് താനും ഇതുപോലെ പിന്നാലെ ചെന്നാണ്. പക്ഷെ പിന്നാലെ ചെന്ന് കഴിഞ്ഞപ്പോൾ തനിക്ക് വിശ്വസിക്കത്തക്ക തെളിവുകളൊന്നും കിട്ടിയില്ല. പിന്നീട് കോടീശ്വരനാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്തു. അപ്പം താൻ തെറ്റിദ്ധരിച്ചതാണോ? അപ്പോൾ ആനന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ ശരിയെന്നൊരു ചിന്ത ബാലൻ്റെ മനസ്സിലുണ്ടായി. ആ സമയം ഗോമതി ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇത് എല്ലാരേക്കാളും ഈ കുടുംബത്തിൽ നിന്നെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നീ ഇത്രയും വലിയ ചതി ഈ കുടുംബത്തോട് ചെയ്തല്ലോ. നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയത്? സത്യം പറ, ആനന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ളതാണോ? ശ്രീദേവിക്ക് എന്ത് മറുപടി പറയുന്ന നടത്തില്ല. നിന്നോടാ ചോദിച്ചത്. അപ്പോഴേക്കും ഇത്രയും മീനാക്ഷിയും കൂടെ ഒന്നു പറ ശ്രീദേവി ചേച്ചി, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ആനന്ദേട്ടൻ പറഞ്ഞൊക്കെ സത്യമാണോ? ശ്രീദേവി ചേച്ചി അച്ഛൻ തന്നെയാണോ പണമൊക്കെ മോഷ്ടിച്ചേ? അതുപോലെ തന്നെ ശ്രീദേവി ചേച്ചി 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ 100 ചോദ്യങ്ങൾ. എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ് ശ്രീദേവി. ആ സമയം ഗോമതി പറഞ്ഞു, ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. വേറെ എന്ത് ക്ഷമിക്കും? കള്ളത്തരം മാത്രം. ഒരു കുടുംബത്തെ മുഴുവനാണ് നീ ചതിച്ച്. ഇത്രയും കാലം നിന്നെ വിശ്വസിച്ച് ഞങ്ങളൊക്കെ നിന്റെ കൂടെ നിന്നു. എന്നിട്ടോ നീ കാരണം പാവം ധർമ്മന് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട വന്നില്ലേ? എൻ്റെ സ്വന്തം കൂടപ്പുറപ്പ് അവന്. വർഷങ്ങളായിട്ട് അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടോ നിന്റെ അച്ഛൻ ചെയ്ത ചതിയുടെ പേരിൽ അവൻ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വന്നേ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതറിഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതിയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ശ്രീദേവി വല്ലാതെ നിൽക്കുക. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, മോനെ നീ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. നിനക്കിത് പറയാൻ മേലായിരുന്നോ? ഞാൻ പറയണമെന്നോർത്ത് വന്ന അച്ഛാ. പക്ഷെ ഇതറിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ്റെ മാനസികസ്ഥിതി എന്തായിരിക്കും? ഈ കുടുംബത്തിൽ എന്തായിരിക്കും? അച്ഛനെ ആലോചിച്ചുറപ്പിച്ച് എനിക്ക് കൊണ്ടുവന്ന ബന്ധമല്ലേ? അപ്പം പിന്നെ അച്ഛന് കുറ്റബോധം തോന്നും. അതുകൊണ്ടാണ് പറയാതിരുന്നേ. പലവട്ടം ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കിയാലോ എന്ന് വിചാരിച്ചു. പലപ്പോഴും ഈ കള്ളത്തരങ്ങൾ നിങ്ങളുടെ എല്ലാം മുന്നിൽ തുറന്നു പറയാനെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇവളെ ഞാൻ കൊണ്ടേ വിടാനായിട്ട് ഒരു ദിവസം പോയതാ. അവിടെ കൊണ്ടേ വിട്ടതാ. ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ. അല്ലായിരുന്നെങ്കിൽ ഈ ചതി നേരത്തെ തന്നെ ഞാൻ ഈ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞേനും. അന്ന് ഞാൻ ഈ ചതികളൊക്കെ തുറന്നു പറയാനിരുന്ന. അപ്പം ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാൻ പാടില്ലാതായി. എങ്ങനെയെങ്കിലും എൻ്റെ ആ കുഞ്ഞിനെ എനിക്ക് വേണമെന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എൻ്റെ കുഞ്ഞിനെ ഇവളില്ലാതാക്കി. ഇവള് മനഃപൂർവ്വം അതിനെ കൊന്നു കളഞ്ഞാന്നൊക്കെ പറഞ്ഞു. അതോടെ കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് സഹിച്ചില്ല. ഒരു തെറ്റ് ശ്രീദേവി ആ കാര്യത്തിൽ ചെയ്തിട്ടില്ല. അത് ബാക്കിയുള്ളവർ എല്ലാവർക്കും അറിയാം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മോനെ ആ കാര്യത്തിൽ അവളെ കുറ്റം പറയാൻ പറ്റില്ല. വേണ്ടമ്മേ, അമ്മയൊന്നും പറയണ്ട. ഈ സമയം ബാലന് ശ്രീദേവിക്ക് നേരെ തിരിയുവാണ്. ശ്രീദേവി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സത്യവാനോടി എൻ്റെ മകൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ഇനി ഒരു നിമിഷം പോലും എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോയേക്കരുത്. എങ്ങോട്ടാളോ വെച്ച് പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ ഈ സമയം ഗോമതി പറഞ്ഞു, ദേ ബാലേട്ടാ, ഈ രാത്രി സമയത്ത് ഇവളെ ഇറക്കി വിടാൻ ശരിയല്ല. നാളെ നേരം വെളുക്കട്ടെ. എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. അയാളെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി തകർന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.